ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് അറബിക് സ്നാക്കായിട്ടുള്ള ഫലാഫലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊരു ഫലാഫലിൻ്റെ റെസിപ്പി കാണുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് വെള്ളക്കടലയല്ലേ, അതാണ് കേട്ടോ നമ്മൾ കറിയൊക്കെ വെക്കുന്ന വെള്ളക്കടല. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് കടല എടുക്കുന്നുണ്ട്, ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇത് ഏകദേശം ഒരു 6-7 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തെടുക്കുക. അപ്പോൾ അത്യാവശ്യം നേരം കുതിർത്തെടുത്താൽ മാത്രമേ ഇത് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വരുള്ളൂ. ഞാനിപ്പോൾ രാവിലെയാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇനിയിപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും കണ്ടല്ലോ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈവനിങ് സ്നാക്കായിട്ട് ഫലാഫല റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നതിന് ശേഷം കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വാരാനായിട്ട് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റിയതാണ് കേട്ടോ. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. അപ്പോൾ ഇതാ മെയിനായിട്ട് ഒരു വലിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട്. 2 കപ്പ് കടലയല്ലേ നമ്മളെടുത്തത്, അതിലേക്ക് വലിയൊരു സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളിയാണെങ്കിൽ 2 എണ്ണം എടുക്കുക. ഒരു 10 അല്ലിയോളം ചെറിയ സൈസിലുള്ള വെളുത്തുള്ളിയാണ്. അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, കുറച്ചധികം തന്നെ മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ എടുക്കട്ടോ. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് കടല അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ 2 കപ്പ് കടല ആയതുകൊണ്ട് ഞാനിപ്പോൾ 2 ബാച്ചൊക്കെ ആയിട്ടുണ്ട് അരച്ചെടുക്കുന്നത്. കുറച്ച് ഇട്ടിട്ട് മാത്രം അരച്ചെടുത്താൽ മതി. അപ്പോൾ കണ്ടല്ലോ ചെറിയൊരു തരിതരിപ്പോട് കൂടെ അരച്ചെടുക്കുക. വെള്ളം ഒട്ടും ഇല്ലാതെ വേണം അരച്ചെടുക്കാൻ. ഇനി അരച്ചെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ കടലയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാനൊക്കെ മറന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ അടച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതാ ഞാനിപ്പോൾ കടല മുഴുവനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ ചെറിയൊരു തരതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാൻ, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത്. ഇനി മിക്സിയുടെ സെയിം ജാറിലേക്ക് തന്നെ നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മല്ലിയില, പച്ചമുളക്, വെളുത്തുള്ളി. ഇനി അതിൻ്റെ കൂടെ തന്നെ ഉള്ളി കട്ട് ചെയ്തിട്ട് കൂടെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ സൈസിലുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ 10 അല്ലി എന്നൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ വലിയ സൈസിലുള്ളതാണെങ്കിൽ കുറച്ച് മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഉള്ളി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുഴുവനായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കുകയാണ്. ഉണ്ടല്ലോ ആ ഒരു ഉള്ളിയിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വരാനുണ്ടാവും. ഇനി അതും കൂടെ നമുക്ക് കടല അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതാ 1/4 ടീസ്പൂൺ മാത്രമേ ഞാനിപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത്യാവശ്യം എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയുമാണ് കേട്ടോ. അപ്പം എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി എരിവ് കുറവുള്ളതാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതായത് ഇവിടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കയ്യിൽ ഉരുട്ടിയെടുക്കാൻ ഷേപ്പ് ചെയ്തെടുക്കാനുള്ള ആ ഒരു ഈസിക്ക് വേണ്ടിയാണ് കേട്ടോ മൈദ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ കടല പൊടിച്ചെടുത്താലും ചെറിയൊരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ അതിലുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിപ്പോയിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാനാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറയെ മൈദ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടി നോക്കുക കേട്ടോ, ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കുക. കൈയൊന്നുമില്ലെങ്കിൽ കുറച്ചുകൂടെ 1/2 ടീസ്പൂണും കൂടെ മൈദ ചേർത്ത് കൊടുക്കുക. ഇനി അത്രേ പണിയുള്ളൂ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓയിലൊക്കെ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് വടയും കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ വലിയൊരു ബോൾസ് ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈയിൻ്റെ അടിഭാഗത്ത് വെച്ച് പ്രസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തിട്ടെടുക്കുക.
പിന്നെ ഫലാഫൽ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. പറ്റ നൈസാക്കിയിട്ട് ചെയ്തെടുത്താൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റും ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് അത്യാവശ്യം കട്ടിക്ക് തന്നെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ആക്കിയെടുക്കാൻ. ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ട, ഏറ്റവും ലോ ഫ്ലെയിമിലും വെക്കണ്ട, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് ഗോൾഡൻ ആൻഡ് ബ്രൗൺ കളറാവുന്ന സമയത്ത് വേണം ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാൻ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ഒരു തിക്നെസ്സിൽ തന്നെ ചെയ്തെടുക്കട്ടെ, അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ കട്ടി കുറച്ചിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ട് മാറും. അതുകൊണ്ട് അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ ഓരോന്നും ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് മുഴുവനായിട്ട് കോരിയെടുക്കാം. നല്ല സിമ്പിളാണ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ മൊത്തമായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിൽ ബേക്കിംഗ് പൗഡറൊന്നും ബേക്കിംഗ് സോഡയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കടല തന്നെ ആകുമ്പോൾ നല്ല സോഫ്റ്റാണ് അതിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ചൂടോട് കൂടെ തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ സോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് പുറം ഭാഗം ചെറിയൊരു ക്രിസ്പ്നെസ്സും ഉണ്ടാകും. അതുപോലെ തന്നെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. അത് കഴിക്കുമ്പോഴും ഫ്രൈ ചെയ്യുമ്പോഴായാലും നല്ലൊരു വേറൊരു ഫ്ലേവറും ആണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.